എൻ്റെ പേര് ശ്രീജ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഇവിടെ എനിക്ക് ഈ മൈക്ക് പിടിച്ച് ഈ വേദിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. മാതാവിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിരുന്നു. അങ്ങനെ 2023 ജനുവരിയിൽ എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ തടിപ്പ് കണ്ടു. എനിക്ക് അങ്ങനെ ഒരു ക്യാൻസറാണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത് കണ്ട ഉടനെ തന്നെ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്. ഞാൻ ബൈബിളിൽ ഒരു വെള്ള പേപ്പറിൽ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കാറുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ എത്തിപ്പെടാനോ എന്നെ കൊണ്ടുവരാനോ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ബൈബിളിൽ വെച്ചു. അമ്മേ മാതാവേ, ഇങ്ങനെയൊരു ഇത് കാണുന്നുണ്ട്, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് നീ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് ഞാൻ ബൈബിളിൽ എഴുതി വെച്ചു. പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. പക്ഷേ വളരെ ചെറിയൊരു 1 സെൻറ്റിമീറ്റർ പോലും ഇല്ലാതെ ഒരു ചെറിയ മുഴയാണ്. അത് ഞാൻ കണ്ടെത്തിയത് തന്നെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തായതുകൊണ്ടാണ് ഞാൻ കണ്ടത്. പിന്നെ എന്നോട് ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, നീ പോയി സ്കാൻ ചെയ്യൂ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി. ഞാനങ്ങനെ സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്ത ഡോക്ടർ നോക്കിയ ഉടനെ എന്നോട് പറഞ്ഞു, ഇത് നാളെ തന്നെ ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം, വളരെ ചെറിയൊരു മുഴയാണെങ്കിൽ പോലും ഇത് ക്യാൻസർ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭർത്താവും കൂടി ഏപ്രിൽ 1-ാം തീയതി, അതായത് 2023 ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ ഇത് കുത്തിയെടുത്ത് പരിശോധിച്ചു. ക്യാൻസർ 12 ദിവസം കഴിഞ്ഞാലാണ് റിസൾട്ട് വരിക. ആ 12 ദിവസവും ഞാൻ പ്രാർത്ഥനയിലും അച്ഛൻ്റെ ധ്യാനം കേൾക്കും, പ്രാർത്ഥനയിൽ മുഴുകും, അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലും. ഞാൻ എണീക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു ചെയ്യുക. എൻ്റെ തുടക്കം തന്നെ, ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരുന്നു. അങ്ങനെ 12ാമത്തെ ദിവസം എനിക്ക് ഒരു വിഷു കൈനീട്ടം എന്നതുപോലെ ഞാൻ അറിയുന്നത് എനിക്ക് ക്യാൻസറാണെന്നാണ്. എന്നിട്ടും ഞാൻ പതറിയില്ല. ഞാൻ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഞാൻ ചികിത്സയ്ക്കായിട്ട് പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് മാമോ ചെയ്യാം, അതുപോലെ സ്കാൻ ചെയ്ത് നോക്കണം, പെറ്റ് സ്കാൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, കാര്യം മുഴ വളരെ ചെറുതാണെങ്കിലും നമുക്ക് കീമോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടർ എന്നെ പരിശോധിക്കുന്ന ടേബിളിൽ കിടന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന്, അതായത് പഴയ സ്കാൻ വെച്ചിട്ടായിരുന്നു ഡോക്ടർ നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് അവിടെ എൻ്റെ അസുഖം മാറിയതുപോലെ എനിക്ക് തോന്നുന്നു, എനിക്കൊന്നുകൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു. ഞാനൊരു CBSE സ്കൂളിലെ അധ്യാപികയാണ്, എൻ്റെ ടീച്ചർ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു, 8 കീമോ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം, പിന്നെ റേഡിയേഷനുണ്ട്, അങ്ങനെ അവരുടെ പ്രോട്ടോക്കോളൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയും ചെറിയൊരു മുഴയാണ്, എനിക്കിപ്പോൾ എൻ്റെ അസുഖം ഭേദമായതുപോലെ എനിക്ക് തോന്നുന്നുമുണ്ട്. പിന്നെയും എൻ്റെ മനസ്സ് പറയുകയാണ്, നിൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 1ാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ഛനിങ്ങനെ ഓരോന്നും പറയുന്നു, ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ കോളേജിലാണ്, പെരിന്തൽമണ്ണ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് വേണ്ടി നീ ഒന്ന് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു തരാം, നീ കൃപാസനത്തിൽ എത്തുക, അവിടെ ചെന്നിട്ട് ഞാൻ വാട്സപ്പ് ചെയ്തു കൊടുത്തു, ഇവിടെ എഴുതി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവൻ ഇവിടെ വന്ന് അന്ന് ഇവനാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ, ഇന്ന് എനിക്കായിരുന്നു മാതാവിൻ്റെ മുത്തുകൂട പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനിയൊന്നും പേടിക്കേണ്ട, അമ്മയുടെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 1ാമത്തെ കീമോ കഴിഞ്ഞു. ഞാൻ 2ാമത്തെ കീമോയ്ക്ക് ചെന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ആ മുഴ അവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒരു 80% ഇവിടെ കുറഞ്ഞിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ്
രണ്ടാമത്തെ കീമോയ്ക്ക് ചെന്നപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ബ്രസ്റ്റിൽ മുഴയില്ല, ഒന്നുമില്ല, പക്ഷേ ഇനി എന്തിനാണ് എൻ്റെ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ എന്താണോ അതനുസരിച്ചേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഇനി എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കീമോയുടെ ക്ഷീണത്തിൽ കിടക്കുന്ന സമയത്ത് എന്നോട് ആരോ പറയുകയാണ്, നീ ആ ആശുപത്രിയിലേക്കൊന്ന് വിളിച്ചു ചോദിക്കുന്നു. ഞാൻ ആശുപത്രികളുടെ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ എറണാകുളത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രശ്നം, എനിക്ക് അവിടെ വന്നിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് ഒരു റെഫറൻസ് ലെറ്ററും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉള്ള സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ കൊണ്ടുതന്ന തൈലം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു, ഉപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞാൻ ഉപ്പുമായിട്ടായിരുന്നു എറണാകുളത്തെ ആശുപത്രിയിൽ പോയത്. ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിക്കുന്നതിന് മുമ്പ് ആ ടേബിളിൻ്റെ അടിയിൽ ആരും കാണാതെ ഞാൻ ഉപ്പ് വിതറിയതിന് ശേഷം ഞാൻ ആ ടേബിളിൽ കിടന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കീമോയിൽ ഡിസപ്പിയർഡായി, ഇവിടെ മറ്റൊരു മാർക്കും അവർ ചെയ്തിട്ടില്ല, ക്ലിപ്പിട്ടില്ല, ടാറ്റു ചെയ്തിട്ടില്ല, ഇത് നമ്മൾ എന്ത് ചെയ്യും? എവിടെയായിരുന്നു താങ്കളുടെ മുഴയെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു, ഒരു വഴി കാണിക്കണേ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പെറ്റ് സ്കാനിൻ്റെയും മറ്റും മാമോയുടെയൊക്കെ ഫിലിമും എല്ലാം മാർക്ക് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അതെല്ലാം മാർക്ക് ചെയ്ത് വീണ്ടും ഞങ്ങൾ എറണാകുളം ആശുപത്രിയിലെത്തി. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ആ ഭാഗത്തെ ടിഷ്യൂ നമുക്ക് കുറച്ച് വട്ടത്തിൽ ആ ഭാഗത്തെ ടിഷ്യൂ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് പുറത്തുനിന്ന് വേറെ ഫ്ലാപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ വെക്കാമെന്ന് പറഞ്ഞു. അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. എനിക്ക് ആ സമയത്താണ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ സർജറി ഭംഗിയായിട്ട് നടന്നു. സർജറിയിൽ നിന്ന് കിട്ടിയ എൻ്റെ ആ അംശങ്ങളൊക്കെ ലാബിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എവിടെയും ക്യാൻസറിൻ്റെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എൻ്റെ അസുഖം ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറിയിരിക്കുന്നു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. എനിക്ക് ഒരു പക്ഷേ അവിടെ ആദ്യം കീമോ സ്റ്റാർട്ട് ചെയ്യാതെ ആദ്യം സർജറി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ അതും അവിടെയൊക്കെ അമ്മ മാതാവാണ് എന്നെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ നാത്തൂന് വർഷങ്ങളായിട്ട് എൻ്റെ കാലിൻ്റെ ഞരമ്പ് വലിച്ചു കൂടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അത് ഞാൻ വെച്ചു, അതും മാറിക്കിട്ടി. അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു 14 വർഷത്തോളമായിട്ട് അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും മാറിക്കിട്ടി. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ചെറിയ കാര്യങ്ങൾ മതി, പെട്ടെന്ന് ടെൻഷനാകുന്ന കൂട്ടത്തിലാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ അസുഖം വരുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും തകർന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അസുഖാവസ്ഥയിൽ എന്നെ വേറെ ആരെ കൊണ്ടും നോക്കാൻ വിടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന് എന്നെ പൊന്നുപോലെ നോക്കിയത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിനുള്ള മനസ്സിന് ധൈര്യവും ശക്തിയും ഒക്കെ മാതാവ് കൊടുക്കുകയുണ്ടായി. അതുപോലെ മക്കളുടെ പഠനമാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ അവർക്ക് സമാധാനത്തോടെ ശക്തിയോടെ പഠിക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോനിപ്പോൾ MBBS കഴിഞ്ഞു. അവൻ പറയുക, അമ്മ ഉടമ്പടിയിൽ വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ PGയുടെ നീറ്റിന് ഹൗസ് സർജൻസി മുതലേ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ അതെന്താ നീ? അല്ല, എനിക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ പഠിക്കണം എന്ന് തോന്നുകയാണ്, അമ്മയുടെ ഉടമ്പടിയുടെ ഫലമായിട്ടായിരിക്കാമെന്ന് അവനും പറഞ്ഞു. അതുപോലെ എനിക്ക് ഒരുപാട് അമ്മ മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നന്ദി, നമസ്കാരം. ശ്രീജ ചേച്ചിക്ക് ചെറുപ്പം മുതൽ തന്നെ പരിശുദ്ധ അമ്മയോട് അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഒരു സങ്കടകാലം വന്നപ്പോൾ ഉടനെ തന്നെ അമ്മ വഴി ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ശ്രീ ചേച്ചി മാനോട് പറഞ്ഞത് ഉടനെ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ളത്. ഡോക്ടേഴ്സ് എല്ലാം റിപ്പോർട്ട് നോക്കിയിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരില്ല എന്ന്. സങ്കീർത്തനം 32:8, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരാം. ദൈവമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ദൈവം തന്നെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്, ആശ്വാസം നൽകുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം എത്തുമ്പോൾ പറയുന്നത്,
ബ്രസ്റ്റൊന്നും റിമൂവ് ചെയ്യേണ്ടി വന്നില്ല. ബയോപ്സിക്ക് വിട്ടപ്പോഴും റിസൾട്ട് വന്നത് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. ദൈവം ഇടപെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ രോഗപീഠകളെല്ലാം മാറിപ്പോകുന്നത്. അതേപോലെ തന്നെ അമ്മയ്ക്കുണ്ടായിരുന്ന ഇയർ ബാലൻസ് എല്ലാം 14 വർഷം ഉണ്ടായത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മാറി എന്ന് പറയുന്നത് ദൈവം തൊട്ട് സുഖപ്പെടുത്തിയെന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശു